ഞായറാഴ്ച രാത്രി 10 മണിൻ്റെ ശേഷമാണ് എന്തൊക്കെ അവിടെ നടക്കുന്നത്. എന്താ ഭയങ്കര കുലുക്കമുള്ളൊരു പരിപാടി നടന്നത്. പിന്നെ ഒരു പൊട്ട് വന്ന് അന്നേരം കുട്ടീൻ്റെ ഉമ്മയും വേറെ കട്ടിലും ഞാൻ വേറെ കട്ടിലാണ് കിടക്കുന്നത്. അതിൽ കുട്ടി ഒരു ഈളിട്ടേക്കണ ഈ കട്ടിലിൽ നിന്ന് ഞാൻ ചാടി എണീച്ച് കുട്ടി കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ഇങ്ങനെ വായും തുറന്ന് കണ്ണും ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. ഞാൻ അവളോട് പറഞ്ഞില്ല, കുട്ടീനെ വേഗം കുലുക്കി കാലിനടിയൊക്കെ കൊടുത്ത് അത് ക്ലിയറായി. രാത്രിക്കത്തെ തിങ്കളാഴ്ച കല്യാണം. പുയ്യാപ്പിള ഒരു 5 മണിയാ തോന്നുന്നുണ്ട്, 5 4:30 അങ്ങനെ എന്തോ ഒരു സമയത്ത് ഇറങ്ങി. ഇവരെ വീട് ഇവിടെ ഒരു കണ്ടുണ്ട്. ആ കണ്ടത്തിൽ വന്നിട്ട് രണ്ടാമത്തെ പൊട്ട് 3 പൊട്ട് ഫസ്റ്റ് പൊട്ടി. അപ്പം ഞാൻ കുഞ്ഞനിയും അനിയത്തിയും ഞാനും പിന്നെ ഓളുണ്ട്. അപ്പോൾ 3 പൊട്ടൊട്ടിയപ്പോൾ ഓള് പറഞ്ഞ് താത്ത കുട്ടീനെ മുറുക്കി പിടിക്കുക നിങ്ങളെന്നാണ്. അങ്ങനെ ഞാൻ മുറുക്കി പിടിച്ചിരിക്കുന്ന സമയത്ത് അതിലൊരു പൊട്ടും കൊണ്ട് പൊട്ടി. എന്താ പടക്കണമെന്ന് അതിന് പറയില്ല ആരും. അതിൽ കുട്ടി ഞാൻ അങ്ങനെ പിടിച്ച കുട്ടി ഇങ്ങനെ അങ്ങോട്ട് മറിഞ്ഞു, ഇങ്ങനെ കുലുക്കിയപ്പോൾ കുട്ടീൻ്റെ കണ്ണും വായും തുറന്ന് തന്നെ നിൽക്കുന്ന ഒരു 10-15 മിനിറ്റ് അങ്ങനെ നിന്ന്. ഞാൻ ഏട്ടത്തിനെ വിളിച്ച് റൂമിലേക്ക് ഓടി. ഇവള് കാണൂലേ ഇങ്ങോട്ട് വാറിന്. അങ്ങനെ നോക്കുമ്പോൾ കുട്ടി കളറ് മാറി, പിന്നെ ഒരു അനക്കുമില്ല, പിന്നെ അങ്ങനെ വായിന്ന് നൊര വരുന്നു. അപ്പോൾ ഞാൻ അസ്മാരം എന്ന് പറഞ്ഞാൽ ബലം വെക്കില്ല ചെയ്യുക. ഇതെന്തെന്നാ അങ്ങനെ ഒരു തുണി പിന്നിട്ടാൽ മരിക്കാന്ന് കൈയും കാലും പിന്നെയും പൊക്കുമ്പോൾ ഇങ്ങനെ ആടി വീകുന്നു. അപ്പം ഞാൻ കട്ടിലിൽ കുട്ടീനെ കിടത്തി. അപ്പം ഞാൻ കട്ടിൽ കത്തിട്ട് ഞാൻ അടിച്ചു നോക്കി കാലിൻ്റെ അടിയിൽ. അപ്പം ഒന്നും കുട്ടിക്ക് ഒരു അനക്കുമില്ല, അങ്ങനെ തന്നെ കിടക്കണം. അപ്പം ഞാൻ ഏട്ടത്തിനോട് നമ്മളെ കുട്ടി പോയി തോന്നിട്ടോ എന്ന് പറഞ്ഞേക്കന്നെ ഏട്ടത്തി ഈളിട്ട് കുറച്ച് കാലിൻ്റെ അടിയിൽ ഇങ്ങനെ അടുത്തിട്ട് 5-6 അടി അടിച്ചപ്പോൾ അതിന് ഒറ്റ കരച്ചിലായിരുന്നു കുഞ്ഞ് അങ്ങനെ തന്നെ ആയി. പിന്നെ പൊട്ടുന്നത് ഇവർ പുതുക്കം പോയി പുയ്യാപ്പിള തിരിച്ചു വരുമ്പോൾ പിന്നെയും പൊട്ടിച്ച് വരും, കുട്ടി ഇളിടൽ. അപ്പോൾ അത് ഞാൻ ഓടി റൂമിൽ കയറി 2 ഫാനും ഇട്ട് വാതിലും അടച്ച്. കുട്ടി ഇപ്പം എന്തെങ്കിലും ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ഇത് പെട്ടിട്ട് കളറ് മാറിയിട്ട് വായി തുറക്കുന്നുണ്ട്. ഞങ്ങൾ 3 ആളൊന്നും ഇവർ പോയി വിളിച്ച് ഞാൻ പറഞ്ഞു ഓരോട് പൊട്ടിക്കല്ലേ നിങ്ങൾ പറയും, കുട്ടി ഇവിടെ എന്തോ അവസ്ഥയിലായിക്ക്. ഇവർ 2 ആളും ചീറി പറയുന്നുണ്ട്. ഒരു പടക്കം പൊട്ടിക്കണം, നിങ്ങൾ വിഷുവിനും ഓണത്തിനൊക്കെ ഒരു പടക്കം പൊട്ടിക്കണം നമ്മൾ കേൾക്കലുണ്ട്, കാണലുണ്ട്. പക്ഷേ ഇത് അങ്ങനത്തെ പൊട്ടല്ല പൊട്ടിയത്.